ആ കാറിൽ പോയതാരാ? നമ്മുടെ സർക്കിളിന്റെ മകളെ പെണ്ണ് കാണാൻ വന്നവരാ. എവിടുന്ന? ഈ പെരിഞ്ഞിനത്തുള്ളവരാ. ചെറുക്കം ബോംബെയിൽ എഞ്ചിനീയറാ. അടുത്ത ആഴ്ച വരും. അതിനു മുമ്പ് കല്യാണം ഉറപ്പിക്കണം. ചെറുക്കം വന്ന് കാണാണോ കല്യാണം ഉറപ്പിക്കുന്നത്? പണ്ടങ്ങ് ഒരു കല്യാണത്തിന് വെച്ച് രാജി കുഞ്ഞിനെ ചെറുക്കം കണ്ടിട്ടുണ്ട് അത്രേ. ചെറുക്കനെ ആണെങ്കിൽ സർക്കിൾ സാറിന് നേരത്തെ പരിചയമുള്ളതാ. രണ്ടു കൂട്ടർക്കും സമ്മതായി. ഈ 15-ാം തീയതി ജാതകം കൊടുക്കല. മോളുടെ മനസ്സിലുള്ള ആഗ്രഹം അച്ഛനറിയാം. പക്ഷേ അത് നടക്കില്ല. എങ്കിൽ എനിക്കൊരു വിവാഹവും ഇല്ല. റോഡിൽ ടെന്റ് അടക്കുന്ന ഒരുത്തിനു വേണ്ടി വെറുതെ വാശി പിടിക്കരുത്. ഹരിയേട്ടന് റോഡ് തണ്ടിയല്ല. MA ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായിട്ടാണ് ഒരു ജോലി അന്വേഷിച്ച് നടക്കുന്നത്. ഈ വിവാഹത്തിന് ഞാൻ വാക്ക് കൊടുത്തു കഴിഞ്ഞു. ഇനി അതിൽ നിന്ന് പിന്തിരിയുന്ന പ്രശ്നമില്ല. രാജി, ഹരിയേട്ടനെ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. രാജിയെ കാണാതായപ്പോ പഠിപ്പ് നിർത്തിയിരിക്കുമെന്നേ ഞാൻ കരുതിയുള്ളൂ. പക്ഷേ ബാലൻ പറഞ്ഞപ്പോഴാണ് വിവരങ്ങൾ അറിയുന്നത്. എന്നോടൊന്നും ചോദിക്കാതെയാണ് അച്ഛൻ ഈ വിവാഹം ഉറപ്പിച്ചത്. ഞാൻ ഒരുപാട് എതിർത്തു നോക്കി. എന്റെ മനസ്സിൽ എന്നും ഹരിയേട്ടൻ മാത്രമായിരിക്കും. ഹരിയേട്ടൻ എങ്ങോട്ട് വിളിച്ചാലും ഞാൻ വരാം. ഹരിയേട്ടൻ ഒന്നും അറിഞ്ഞു കാണില്ലെന്ന് കരുതി ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഹരിയേട്ടൻ എന്താ ഒന്നും മിണ്ടാത്തത്? എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിഞ്ഞൂടാ. ഒന്നും ആലോചിക്കാതെ രാജിയെ വിളിച്ചുകൊണ്ട് പോകാവുന്ന ഒരു സാഹചര്യത്തിലല്ല ഞാനിപ്പോ. ഹരീന്ദ്രൻ, തന്നെ ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാനിട്ടല്ല. പക്ഷേ എന്റെയും കൂടി അഭിമാനം ഓർത്ത് ഇപ്പോൾ ഞാനത് ചെയ്യുന്നില്ല. മേലിൽ ഇത് ആവർത്തിക്കരുത്. ജാതകം കൊടുക്കട്ടെ? ജാതകം കൊടുക്കട്ടെ? ജാതകം കൊടുക്കട്ടെ? ജാതകം വാങ്ങട്ടെ? ജാതകം വാങ്ങട്ടെ? ജാതകം വാങ്ങട്ടെ? നീ എവിടെ പോയിരുന്നു? പ്രദീപിനെ കാണാൻ പോയത്. നാളെ സെൻട്രൽ എക്സൈസിലേക്ക് ഒരു സെലക്ഷൻ ഉണ്ട്. എവിടെ വെച്ചാ?
കോഴിക്കോട്ട് പോകണം. അവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മദ്രാസ് വെച്ചൊരു ഇന്റർവ്യൂ കൂടിയുണ്ട്. പ്രദീപം പോരുന്നുണ്ടോ? ആ ആ, പോയി നോക്ക്. ആ പിന്നെ നാളെ ചുറ്റുവിളക്കാ. നീ നേരത്തെ എത്തില്ലേ? എപ്പോ തിരിച്ചെത്തുമെന്ന് പറയാൻ പറ്റില്ല. ദുഃഖം വരുമ്പോൾ അല്പം മദ്യപിക്കണം. അതൊരു ആശ്വാസമാണടാ. നിന്നേക്കാളൊക്കെ വലിയ ദുഃഖമുള്ളവനാണ് ഞാൻ. പക്ഷേ ഞാൻ എല്ലാം എന്റെ ഉള്ളിൽ ഒതുക്കുന്നു. ചിലപ്പോ എനിക്ക് എന്റെ ഹൃദയം പൊട്ടുമെന്ന് തോന്നും. അപ്പോഴാണടാ ഞാൻ അല്പം മദ്യപിക്കുന്നത്. നീ ഇത് കഴിക്കണം. നിന്റെ ദുഃഖം എനിക്കറിയാമടാ. അല്പനേരത്തേക്കെങ്കിലും ഒരാശ്വാസമാകട്ടെ. കുടിക്കേ, കുടിക്കേ.
ഹരി, ഹരി, നിനക്ക് പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ കാരണം? ചേട്ടൻ നിന്നെ വഴക്ക് പറഞ്ഞു? പിന്നെ ഇനിയും ഇവിടെ നിൽക്കാവുന്ന ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. നീ മദ്രാസിൽ ചെന്നാൽ നമ്മുടെ രാജനെ കണ്ടാ മതി. അവൻ നിനക്ക് എല്ലാ സൗകര്യം ചെയ്തു തരും. അതവനൊരു ബുദ്ധിമുട്ടായെങ്കിലും നീ അവനൊരു ബുദ്ധിമുട്ടാവില്ല. അങ്ങോട്ട് ചെന്നാ മതി. അവനോട് നല്ല പൊസിഷനില്ല.